നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാൻ വന്ന അവസരത്തിൽ പറഞ്ഞ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ കവിതയുടെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം. അദ്ദേഹം പറഞ്ഞു, എവിടെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടോ അവിടെ സൗന്ദര്യമുണ്ട്, എവിടെ സൗന്ദര്യമുണ്ടോ അവിടെ ഐക്യമുണ്ട്. കുടുംബങ്ങളിൽ ഐക്യമുണ്ടെങ്കിൽ ലോകത്തിൽ സമാധാനമുണ്ടാവും, ആ മനസ്സുകളിൽ സമാധാനമുണ്ടാവും. പ്രിയപ്പെട്ടവരെ, 1912 ഏപ്രിൽ 1 ഈ കിടങ്ങൂർ ഗ്രാമത്തിൽ ശാന്തി സമാധാനവും ഐക്യവും നിറഞ്ഞു തുളുമ്പിയ പാറേക്കാട്ടിൽ ഭവനത്തിൽ വിശുദ്ധി നിറഞ്ഞ ഇട്ടീര എലീശ ദമ്പതികളുടെ 3ാമത്തെ മകനായ ഒരു ശിശു ജനിച്ചു. അതായിരുന്നു നമ്മുടെ പാറേക്കാട്ട് പിതാവ്. ആ കുഞ്ഞ് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു എന്ന് പറഞ്ഞതുപോലെ തൻ്റെ കുടുംബത്തിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ സംശീകരിച്ചെടുത്ത് വിശുദ്ധിയിലും സ്നേഹത്തിലും ഐക്യത്തിലുമെല്ലാം താൻ വളർന്നു വരുന്നതോടൊപ്പം ഈ നന്മകൾ തൻ്റെ ചുറ്റുപാടും ഈ കിടങ്ങൂരും എറണാകുളത്തും കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനിലും അതിൻ്റെ പ്രഭ വിതറി. അത് കാരണമാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇത്തരണത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. എൻ്റെ കുടുംബം എങ്ങനെയുള്ളതാണ്? വിശുദ്ധിയുള്ളതാണോ? നന്മ നിറഞ്ഞതാണോ? നമ്മൾ കേട്ടിട്ടുണ്ട്, കൂടുമ്പോൾ ഇമ്പമുള്ള ഇടമാണ് കുടുംബം. അപ്പോൾ ഇമ്പമുണ്ടോ എൻ്റെ കുടുംബത്തിൽ എന്ന് ചിന്തിക്കാം. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, പ്രസിദ്ധനായ അമേരിക്കൻ രാജതന്ത്രജ്ഞനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തലമുറകൾ ഓർക്കണമെങ്കിൽ ഒന്നുകിൽ വായിക്കുവാൻ കൊള്ളാവുന്ന എന്തെങ്കിലും രചിക്കണം, അല്ലെങ്കിൽ രചിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും പ്രവർത്തിക്കണം. ഇത് ജ്ഞാനൻ്റെ ദൃഷ്ടിയിൽ എന്ന് പറഞ്ഞ് പുസ്തകത്തിൽ എടുത്തുള്ള ഭാഗമാണ്. പ്രിയപ്പെട്ടവർ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ 2 കാര്യത്തിലും പിതാവ് 100% വിജയിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ പിതാവ് ചെയ്തതായി നമുക്കറിയാം. നമ്മുടെ ഈ രൂപതയിലുള്ള പള്ളികൾ, സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ എല്ലാം പിതാവിൻ്റെ കാലത്ത് ആരംഭിച്ചവയാണ്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ഗ്രന്ഥങ്ങൾ, കത്തുകൾ എല്ലാം പിതാവ് എഴുതിയിട്ടുണ്ട്. അവസാനമായിട്ട് തൻ്റെ ആത്മകഥ ഏത് ഭാഷയിൽ എഴുതണം എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു പിതാവിന് സംസ്കൃതം, അതുപോലെ മറ്റ് ലാംഗ്വേജസ്, ഇംഗ്ലീഷൊക്കെ നല്ല ഭംഗിയായിട്ട് അറിയാം. പക്ഷേ തൻ്റെ മക്കൾ, തൻ്റെ നാട്ടിലുള്ളവർ, മലയാളികൾ തൻ്റെ പുസ്തകം വായിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടായിരിക്കാം പിതാവ് മലയാളത്തിൽ ആ ഗ്രന്ഥം രചിച്ചത്. ഈ ഇരിക്കുന്നവരിൽ നമ്മൾ ഷിജുവച്ചൻ പോളച്ചൻ പറഞ്ഞു ഈ ജ്ഞാനൻ്റെ ദൃഷ്ടിയുടെ പുസ്തകത്തിന് മാഹാത്മ്യത്തെക്കുറിച്ച്. അത് കണ്ടിട്ടുള്ളവർ എത്രയുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അത് വായിച്ചിട്ടുള്ളവരോ വളരെ ചുരുക്കമായിരിക്കാം. അതുകൊണ്ട് പ്ലീസ്, നമുക്ക് പിതാവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണല്ലോ. അതുകൊണ്ട് ക്രിയാത്മകമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു പുസ്തകം എൻ്റെ ഭവനത്തിൽ ഞാൻ വാങ്ങും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, വായിക്കുമെന്നുള്ള പ്രതിജ്ഞ നമുക്കെടുക്കാം. വീണ്ടും മലയാളത്തെക്കുറിച്ച് പിതാവിന് ഒത്തിരി ആഗ്രഹമുണ്ട്. എല്ലാ മക്കളും മലയാളം നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ദേശീയ കവിയായ ശ്രീ വള്ളത്തോളിൻ്റെ ഒരു കവിത ഉച്ചരിച്ചുകൊണ്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എൻ മകൻ ഏത് ദേശത്ത് വാഴുകിലും നിൻ മനക്കാമ്പിൽ ഓർമ്മ വേണം, എന്നുടെ ഭാഷ താനെ എൻ തറവാട്ടമ്മ, അന്യയാം ഭാഷ വിരുന്നുകാരിയെന്ന്. ഇതും ആ ജ്ഞാനൻ്റെ ദൃഷ്ടിയിൽ എന്ന പുസ്തകത്തിലുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എവിടെ പോയാലും മലയാളം നന്നായി സംസാരിക്കാനും തെറ്റുകൂടാതെ എഴുതുവാനും പഠിക്കുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. വീണ്ടും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ഒത്തിരി പ്രസിദ്ധമായ വ്യക്തിയായിരുന്നു നമ്മുടെ അഭിമന്യ പിതാവ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 മാർപ്പാപ്പമാരോടൊത്ത് സൗഹൃദത്തിൽ പങ്കിട്ട വ്യക്തിയായിരുന്നു പരിശുദ്ധ പിതാവ്, അഭിമന്യ പിതാവ്. അതായത് പിയസ് 12 ജോൺ 23 പോൾ 6 ജോൺ പോൾ ഫസ്റ്റ്, ജോൺ പോൾ സെക്കൻഡ്, ഇവരോട് നല്ല സൗഹൃദം പുലർത്തിയ വ്യക്തിയാണ്. കൂടാതെ 2 മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിലും ഈ അഭിമന്യ പിതാവ് സംബന്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ജ്ഞാനൻ്റെ ദൃഷ്ടിയിൽ എന്ന പുസ്തകത്തിലുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര മാർപ്പാപ്പന്മാരെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. വളരെ കുറച്ച് പേരെ കാണുള്ളൂ, വേണമെങ്കിൽ 1-2 പേരെ കാണുമായിരിക്കും. അപ്പോൾ ഇത്രമാത്രം വലിയൊരു വ്യക്തിയെക്കുറിച്ചാണ് നാം പഠിക്കുന്നതും ചിന്തിക്കുന്നതും ഒരുമിച്ച് കൂടുന്നതൊക്കെ. അതുകൊണ്ട് ഈ വലിയ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു തരിയെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തികമാക്കാനായിട്ട് ഈ സമ്മേളനം ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം കേട്ടിട്ടുണ്ട്, പ്രെയർ ഈസ് പവർ, പ്രാർത്ഥന ശക്തിയാണ്. പിതാവ് അനുദിനം മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു പ്രാർത്ഥനയിൽ. തൻ്റെ
പ്രാർത്ഥനാ നിമിഷങ്ങളിൽ അതുപോലെ തന്നെ ഒത്തിരി ഗ്രന്ഥങ്ങൾ എഴുതിയ കാര്യം ഞാൻ പറഞ്ഞു. കാനോൻ നമസ്കാരത്തിലുള്ള ഒരു ഭാഗം അതും ഞാൻ ദൃഷ്ടിയിൽ നിന്ന പുസ്തകത്തിലുള്ളതാണ്. പിതാവ് എഴുതിയിരിക്കുകയാണ്, ഫലമരുളാത്തൊരു വൃക്ഷമിതാ തിരുസന്നിധിയിൽ നിൽക്കുന്നു, നാഥ നിന്നുടെ കൃപ എന്നിൽ കനകഫലങ്ങൾ വിളയിക്കട്ടെ എന്ന്. അതായത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പിതാവ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഫലമല്ലാത്ത വൃക്ഷമാണ്, പക്ഷേ കനകഫലങ്ങൾ വിളയിച്ചു. ഒത്തിരിയേറെ ഫലങ്ങൾ, നന്മകൾ, കരുണയുടെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കാവലിൻ്റെ എല്ലാം ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു. കാരണം എന്താ? ദൈവത്തോടു കൂടിയായിരുന്നു പിതാവ്. നാമം നമ്മുടെ കുടുംബത്തിൽ ദൈവത്തോടു കൂടി ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിത മേഖലകളിലൊക്കെ ദൈവം കൂടെയുള്ളവൻ മഹാസമ്പന്നൻ എന്ന് ക്രിസ്ത്യാനികത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പിതാവിനുള്ള സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കാം, പ്രാർത്ഥനയുടെ മനുഷ്യരാകാം, ദൈവത്തിൽ നങ്കൂരം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിത നൗക മുന്നോട്ട് പോകാം. ഈ സുദിനം ഇത്രമാത്രം ഭംഗിയായി ഇവിടെ ഒരുക്കുവാനായിട്ട് പരിശ്രമിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. അന്തിമമായിട്ട് നമ്മുടെ സ്വർഗീയ പിതാവിന് 1000 പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഈ മഹാസ്മൃതിയുടെ 100 നന്മകൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.